ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ വീണ്ടും നമ്മളുടെ കിച്ചണിലാണ്. അപ്പോൾ ഈ എറണാകുളം വരുന്ന സമയത്താണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഈസി റെസിപ്പീസ് ട്രൈ ഔട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് കാണിച്ചു തരാൻ ശ്രമിക്കുന്നത്. മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ കൊണ്ടുണ്ടാക്കുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ്. ഇപ്പോൾ നമ്മളൊരു സദ്യവട്ടത്തിൻ്റെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ ഫെസ്റ്റീവ് സീസൺ അങ്ങനെയൊക്കെ വരുമ്പോൾ, ഈ ഓണം, വിഷു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള കറി ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക അറിയോ? ഓലൻ അല്ലേ? ശരിയല്ലേ? നിങ്ങൾക്കും അങ്ങനെയല്ലേ അഭിപ്രായം? ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാത്തൊരു കാര്യമാണ് ഓലൻ. അതിനകത്ത് ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പലരും പല രീതിയിൽ ഓലൻ ഉണ്ടാക്കും. എന്താ പറയുക, പെരുമ്പയർ വേവിച്ചിട്ടിട്ട് പിന്നെ മത്തൻ ചേർത്തിട്ടുണ്ടാക്കും, അച്ചിങ്ങപ്പയർ ചേർത്തുണ്ടാക്കും, പിന്നെ അങ്ങനെ വെറൈറ്റി ഓഫ് എന്താ പറയുക വേരിയേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഒന്നുമില്ലാണ്ട് പ്ലെയിനായിട്ട് കുമ്പളങ്ങ വെച്ച് മാത്രം ഉണ്ടാക്കുന്ന ഓലനും പോപ്പുലറാണ് ചില ഏരിയാസിലൊക്കെ. അപ്പോൾ ഇത് അങ്ങനത്തെ ഏറ്റവും സിമ്പിൾ, അതാണ് ഏറ്റവും സിമ്പിളസ്റ്റ് ഫോം. പിന്നെ ഇതിൽ ഇച്ചിരിയെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ജോലി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് തേങ്ങാപ്പാൽ എടുക്കുന്ന ജോലി മാത്രമായിരിക്കും. അപ്പോൾ തേങ്ങാപ്പാൽ ഇപ്പോൾ നെടുകിയ പാലിൽ വേവിച്ചിട്ട് ഇച്ചിരി മതി. സത്യം പറഞ്ഞാൽ കുമ്പളങ്ങയിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങുമല്ലോ. പിന്നെ നല്ല തിക്കായിട്ട് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇറക്കിയ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ഇട്ട് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണവും രുചിയൊക്കെ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ആ ഒരു സംഭവം, അതായത് തേങ്ങ പാലെടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിന് എക്സ്ട്രാ വർക്ക് വരുന്നത്. അപ്പോൾ അതിനെക്കാട്ടിലും സിംപ്ലിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിച്ചിട്ട് നല്ല എന്താ പറയുക ക്വാളിറ്റിയുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട കൺസിസ്റ്റൻസിയിലുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാം. അതാണ് നമ്മുടെ ഈ ഒരു സംഭവം കൊണ്ടുള്ള ഗുണം. ഇത് നമ്മുടെ പെർഫെക്റ്റ് ടേസ്റ്റ് പാർട്ട്ണറാണ് മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തുടങ്ങാം അല്ലേ? അതായത് എത്ര വേണം നമുക്ക്, തിക്നെസ് എത്ര വേണം അതനുസരിച്ചിട്ട് തേങ്ങാപ്പാലിട്ട് ഉണ്ടാക്കാനായിട്ട് മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും എത്രയാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ എന്തായാലും കുമ്പളങ്ങ എടുത്തിട്ട് വരട്ടെ. ഇതിന് പല പേരിൽ പറയും. തടിയങ്ക എന്ന് പറയും, കുമ്പളങ്ങ എന്ന് പറയും, ആഷ്കോട്ട്. ഇതാണ് വെജിറ്റബിൾ. ഇനി ഇതിനെ ഒന്ന് സ്ലൈസസ് ആയിട്ട് മുറിച്ചെടുക്കാം. ഒരു 300 ഗ്രാം, അതാണ് അളവ്. അത്രയ്ക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത്ര വേസ്റ്റേജാണ് കിട്ടുന്നത്. നോക്കിയേ, അതിൻ്റെ തോടും അകത്തെ കുരുഭാഗമൊക്കെ മാറ്റാം. ഇങ്ങനെ 300 ഗ്രാം കുമ്പളങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനെ കുറച്ച് സ്ലൈസസ് ആയിട്ട്, ഒരുപാട് കട്ടി കുറച്ചല്ല എങ്കിലും തിൻ സ്ലൈസസ് ആയിട്ട് മുറിക്കും. അങ്ങനെ കുമ്പളങ്ങയെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇച്ചിരി ഒരുപാട് തിന്നല്ല എങ്കിലും അത് വേകുമ്പോൾ അത്, എന്നാൽ ഒരുപാട് കട്ടിയും വേണ്ട. ഇങ്ങനെ സ്ലൈസസ് ആയിട്ട് മുറിച്ചാൽ മതി. ഇതിവിടെ റെഡി. ഇതൊരു കപ്പളവ് പറയാനാണെങ്കിൽ ഒരു 2 കപ്പ് എന്ന് പറയാം, 2-2.25 കപ്പ്. പച്ചമുളക് 4 എണ്ണം. ഇതിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 4 പച്ചമുളക് 2ആയിട്ട് മുറിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ശരിക്കും കൽച്ചട്ടിയിലുണ്ടാക്കാം. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ചട്ടിയിൽ, എന്തായാലും ഇങ്ങനത്തെ ഒരു നാടൻ സ്റ്റൈലായിരിക്കും എപ്പോഴും നല്ലത്. അതിനകത്തേക്ക് കുമ്പളങ്ങയുടെ പീസസ് ആദ്യം. അപ്പോൾ കുമ്പളങ്ങ പീസസ് എല്ലാം ചട്ടിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനി പച്ചമുളകും കൂടി ചേർക്കാം. ഇത് വളരെ സിമ്പിളാണ്. ഇത് എത്രത്തോളം എളുപ്പമാണ് അതാണ് ആ ഒരു വിഭവം. പച്ചമുളകും കൂടി ഇടട്ടെ. അപ്പോൾ 2 കാര്യങ്ങളും ചേർത്ത് കഴിഞ്ഞു. ഇനി വേണ്ടത് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ആദ്യം കുറച്ചിടാം. അടുപ്പ് കത്തിക്കുന്നു. എന്നിട്ട് ഇച്ചിരി വെള്ളം, ഒരുപാട് വേണ്ട, കുമ്പളങ്ങയിൽ നിന്നും ധാരാളം വെള്ളം ഇറങ്ങും. ആദ്യം നമുക്കൊരു 1/2 കപ്പ് കഷ്ടിച്ച് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി കുമ്പളങ്ങ ഒന്ന് വേകട്ടെ. അപ്പോൾ പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്ത് പാടി ഇതിൻ്റെ കൂടെ ചേരും. അത് കഴിയുമ്പോഴാണ് നമ്മൾ തേങ്ങാപ്പാൽ, ലാസ്റ്റ് തേങ്ങാപ്പാൽ, നല്ല കുറുകിയ തേങ്ങാപ്പാൽ, അതിപ്പോൾ ഒരു 4 ഹീപ്ഡ് ടേബിൾ സ്പൂൺ എടുക്കുന്നു. ഒരു 1/2 കപ്പ് വെള്ളത്തിൽ കലക്കിയെടുക്കാം. ലൂക്ക് വാം വാട്ടർ, ചെറു ചൂടുവെള്ളം. ഇനി പാത്രം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കും. നമ്മുടെ കുമ്പളങ്ങ കുക്ക്ഡ്, വെള്ളമൊക്കെ ഏതാണ്ട് വറ്റിക്കഴിഞ്ഞു. അപ്പോൾ തീ ഓഫ് ചെയ്തിടാം. എന്നിട്ട് തേങ്ങാപ്പാൽ പെട്ടെന്ന് തന്നെ കലക്കി ഒഴിക്കാം. ജസ്റ്റ് 2 മിനിറ്റ്സ്. 2 മിനിറ്റ്സ് എന്ന് ഞാൻ ധൈര്യത്തിൽ പറഞ്ഞത് മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ കയ്യിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ അടപ്പ് തുറക്കുന്നു. ഇത് നമ്മൾ 4 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 100 ഗ്രാമിൻ്റെ പകുതി. ചെറിയ സാഷ ആണെങ്കിൽ 2 പാക്കറ്റ്, 25 ഗ്രാംസിൻ്റെ 2 പാക്കറ്റ്. ഇനി കുറച്ച് വെള്ളം. ഓക്കെ, ഒരു 1/2 കപ്പ് ചെറു ചൂടുവെള്ളം. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുക്കാം. ഹിറ്റ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല കുറുകിയ തേങ്ങാപ്പാൽ, നല്ല തിക്ക്
ഒരു അരക്കപ്പിലൊക്കെ ഒരു 4 ടേബിൾ സ്പൂൺ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ഒന്നാം പാലിൻ്റെ കൺസിസ്റ്റൻസി തന്നെ കിട്ടും. ഇനി തേങ്ങാപ്പാൽ, നല്ല കുറുകിയ തേങ്ങാപ്പാൽ. വെള്ളമെല്ലാം വറ്റി കുമ്പളങ്ങ എല്ലാം പാകത്തിന് വെന്ത് കണ്ടല്ലോ. അപ്പോൾ ഏതാണ്ട് ഒരു കപ്പോളം വെള്ളം വേണ്ടി വരും ടോട്ടൽ. ഞാൻ ആദ്യം അരക്കപ്പ് ഒഴിച്ചു, പിന്നെ ഇച്ചിരി വെള്ളം കൂടി ഞാൻ ഇടയ്ക്ക് ചേർത്തിരുന്നു. പച്ചമുളകും നന്നായിട്ട് വെന്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ, തേങ്ങാപ്പാൽ ഒഴിച്ച് ഇനി കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില. ഇനി ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. ആഹാ, അടിപൊളി, കാണുമ്പോൾ തന്നെ അറിയാം. നല്ല തേങ്ങാപ്പാലൊക്കെ ആയിട്ട് കറിവേപ്പില ഇതിനകത്ത് ആ ഒരു ചൂടിൽ വാടിക്കിട്ടും. ഇനിയൊരു പ്രധാന കാര്യം കൂടിയുണ്ട്, അതുകൂടി വരുമ്പോഴാണ് ഓലനാകുന്നത്. അതായത് കുറച്ച് വെളിച്ചെണ്ണ, നല്ല പച്ച വെളിച്ചെണ്ണ, ഒരു ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ വേണമെങ്കിൽ ഇഷ്ടത്തിന് നമുക്ക് ഒഴിക്കാം. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പാത്രം അടച്ചു വയ്ക്കാം. ഇനി പാത്രം തിരിച്ച് അതുപോലെ അടച്ചു വയ്ക്കാം. തീയൊന്നുമില്ല, തീ ഓഫ് ചെയ്തിട്ടാണ്. പക്ഷേ ഒരു 5 to 10 മിനിറ്റ്സ് ആ ഒരു ആവിയിലിങ്ങനെ അടച്ചങ്ങോട്ട് വയ്ക്കുക. അപ്പോൾ ആ ഒരു ചൂട് ഇങ്ങനെ ചട്ടിയുടെ അകത്തൊരു ചൂടുണ്ടല്ലോ, ആ ചൂടിലിങ്ങനെ ഇരുന്നിട്ട് എന്താ പറയുക, കറിവേപ്പിലയൊക്കെ വാടി ആ വെളിച്ചെണ്ണയുടെയൊക്കെ സ്വാദ്, ആ തേങ്ങാപ്പാലും വെളിച്ചെണ്ണ എല്ലാം കൂടെ ഇൻഫ്യൂസ്ഡ് ആയിട്ട് ആ ഒരു ടേസ്റ്റി ഓലൻ റെഡിയാകും. അപ്പോൾ ഇനി ഇത് കഴിക്കുന്ന സമയം മാത്രം തുറന്നാൽ മതി. ആ സമയത്ത് കറക്റ്റായിട്ട് ഭയങ്കരമായിട്ട് ആ ടേസ്റ്റ് നമുക്ക് അറിയാൻ സാധിക്കും. അതുവരെ അടഞ്ഞിരിക്കട്ടെ. അപ്പോൾ ഇനി ആ ഒരു സമയമാകുമ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇനി അടപ്പ് മാറ്റിയിട്ട് ഇപ്പോഴും ഒരു ചെറിയ ആവിയൊക്കെ ഉണ്ട്. ടേസ്റ്റ് ചെയ്യട്ടെ. ഇത് എന്താ പറയുക, ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ജസ്റ്റ് കുമ്പളങ്ങ മാത്രം വെച്ചിട്ട്, ആഷ് കാർഡ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഓലൻ. വെരി ടേസ്റ്റി. ഇപ്പോഴത്തെ വേറൊരു സെർവിങ് പാത്രം, കുറച്ചുകൂടി ക്യൂട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞു. അപ്പോൾ കാണാൻ ഇങ്ങനെയാണ്, അത് അത്രയും ക്യൂട്ട് തന്നെയാണ്. എത്ര സ്വാദാണ് ഈ ഒരു ഓലന്, അങ്ങനെ സിമ്പിൾ ഓലൻ. അപ്പോൾ ഉണ്ടാക്കി നോക്കണം. ഫെസ്റ്റിവൽ സീസൺസിൽ മാത്രമല്ല, അല്ലാണ്ട് നമുക്ക് വീട്ടിൽ ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും സന്തോഷം. കമൻറ്റ് ബോക്സിലേക്ക് വരിക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ആൾ.